Hello everyone, I am Farzana from Tiju's Academy. OET Speakingil എല്ലാവർക്കുമുള്ളൊരു ഡൗട്ടാണ് എവിടെ കൺസേൺ ചോദിക്കണം എവിടെ കൺസേൺ ചോദിക്കരുത് അതോ ഇനി ഇടയ്ക്കിടയ്ക്ക് കൺസേൺ ചോദിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളത്. So today in this video we'll be discussing when and where to ask concerns in OET Speaking. First of all, we have to be aware of some of the keywords in our role play card. For example, find out, ask, explore, check, establish. ഇതൊക്കെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് കീവേഡ്സ് ആണ്. സോ ഇങ്ങനെയുള്ള കീവേഡ്സിന് മുന്നേ നമ്മൾ മാക്സിമം കൺസേൺ ചോദിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ഔട്ട് അബൌട്ട് ഹിസ് ഓർ ഹർ സിംറ്റംസ് എന്നാണ് കാർഡിൽ പറഞ്ഞേക്കുന്നതെങ്കിൽ ഇൻ ഓർഡർ ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് യുവർ സിംറ്റംസ് മേ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു നെക്സ്റ്റ് സെറ്റ് ഓഫ് കീവേഡ്സ്. ദോസ് ആർ explain, describe, discuss, emphasis, inform, highlight, outline. Those are information providing keywords. So concerns എപ്പോഴും information providing ന് മുന്നേ ആയിരിക്കണം ചോദിക്കേണ്ടത്. And moreover, ഒരു ബുള്ളറ്റ് പോയിന്റ് കംപ്ലീറ്റ് ആയി പറഞ്ഞതിന് ശേഷം മാത്രം കൺസേൺ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ചിലപ്പോഴൊക്കെ നമ്മുടെ റോൾ പ്ലേ കാർഡിൽ ഒരു ബുള്ളറ്റ് പോയിന്റിൽ തന്നെ സിംറ്റംസും കോസസും പറഞ്ഞിട്ടുണ്ടാകാം. സോ ഈ സിംറ്റംസും കോസസും പറഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ കൺസേൺ ചോദിക്കേണ്ടത്. ഇപ്പോൾ സിംറ്റംസ് പറഞ്ഞ് കഴിഞ്ഞിട്ട് കൺസേൺ ചോദിച്ച് പിന്നെ കോസസിലേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷനെ ബാധിച്ചേക്കാം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ യു. ഫോളോ തിജൂസ് അക്കാഡമി ഫോർ മോർ. ഉറപ്പാണ് വിജയം.